ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. കുലശേഖര ആഴ്വാർ എന്ന കവിയുടെ മുകുന്ദമാലയെ അധികരിച്ചാണ് നമ്മൾ ശ്ലോകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വ്യാഖ്യാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ആധ്യാത്മിക സാക്ഷാത്കാരമാണ് ഈ ഈശ്വര ഭജനത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ജപധ്യാനങ്ങളെല്ലാം അതിനു മാത്രം വേണ്ടിയായിരിക്കണം. ജപധ്യാനങ്ങളെല്ലാം അതിനു വേണ്ടി മാത്രമായിരിക്കണമെന്ന്. 5-ാമത്തെ ശ്ലോകം ചൊല്ലാം. നാസ്താ ധർമ്മേന വസുനിജേന ഇവ കാമോ ബഭോഗേ യത് യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേപി ത്വത്പാദാംബോരുഹയുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. ഇവിടെ പറയാണ്, അല്ലയോ ഭഗവാനെ, എനിക്ക് ധർമ്മ അടിസ്ഥാനമായി ജീവിക്കണമെന്നാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം. അപ്പോൾ എനിക്ക് ധർമ്മത്തിലോ ധനം കൂട്ടിവെക്കുന്നതിലോ ആഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിലോ ഒന്നും ആശയില്ല. അതെല്ലാം എൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് വരും പോലെ വന്നുകൊള്ളട്ടെ. എനിക്ക് അങ്ങയോട് ഒന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൂ. ജന്മജന്മാന്തരങ്ങളിൽ പോലും അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തിയുണ്ടാകട്ടെ എന്ന്. നമ്മുടെ ജീവിതാനുഭവങ്ങളെ മാറ്റിമറിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതെല്ലാം വരുന്ന വിധത്തിൽ വന്നുകൊള്ളട്ടെ. എത്ര കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും മനഃശാന്തിക്ക് കാരണമാക്കി തീർക്കണമെങ്കിൽ അതിനുള്ള ഒരേയൊരു മാർഗം ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് സാധകൻ എന്നും ആ അചഞ്ചലമായ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ആ ജന്മങ്ങളിലെല്ലാം ഭക്തി ഉണ്ടെങ്കിൽ ഒന്നും ദുഃഖകരമായി തീരുകയില്ല എന്നാണ് പറയുന്നത്. അതായത് എന്ത് തരം ദുഃഖങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഭക്തി തന്നെ പ്രധാനം. ഏതൊരു സാധകനും ഭക്തി ഉണ്ടായാൽ ഭഗവാനിൽ എത്തിച്ചേരാം. ജീവിത സാക്ഷാത്കാരമുണ്ടാകാം, ആധ്യാത്മിക സാക്ഷാത്കാരമുണ്ടാകാം എന്നാണ് പറയുന്നത്. ഹരി ഓം. ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.